പറഞ്ഞൊരു 17-18 ആ ഒരു ഏജ് പീരീഡിലായിരുന്നു എൻ്റെ ഈ ഇങ്ങനെ ഒരു സ്റ്റേജിലായത് മുടി. പിന്നെ ഞാൻ ഇങ്ങനെ ആക്കാൻ വേണ്ടി കണ്ടമാനം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്യണം. തല ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് തല ഉണക്കി കഴിഞ്ഞിട്ട് മുടിക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് തൈര്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഡൈജഷൻ കറക്റ്റ് ആവില്ല. അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് നമുക്ക് ധാരണ ഉണ്ടാവും. എന്താണ് ഇൻറ്റസ്റ്റൈൻ പ്രോബ്ലം, എന്താണ് കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ടാവില്ല. നല്ല ബാക്ടീരിയാസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്ത് പറ്റും? നമ്മുടെ വയറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഡൈജഷൻ കറക്റ്റ് ആവില്ല. അപ്പം നമ്മുടെ വയറ് ഇരട്ടി പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ധാരണ ഉണ്ടാവും. അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് നമുക്ക് ധാരണ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രോബയോട്ടിക് സപ്ലൈ ചെയ്യണം നമ്മുടെ ശരീരത്തിലേക്ക്. പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ അച്ചാർ, മാങ്ങച്ചാർ, ഉപ്പിലിട്ട നാരങ്ങ, തൈര് ബെസ്റ്റ് പ്രോബയോട്ടിക്കാണ്. ഞാൻ കൂടുതലും കഴിച്ചിരുന്ന തൈരാണ്. അത് കഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് തൈര്. അത് കഴിച്ച് കഴിഞ്ഞാൽ പവറാണ്. നമ്മൾ തൈര് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ടാവും. വയറിൻ്റെ ഉള്ളിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ കറക്റ്റാവും. അങ്ങനെ നമുക്ക് താരൻ കുറയും. നാച്ചുറലായിട്ടുള്ള പ്രോബയോട്ടിക്കാണ് തൈര്, അച്ചാർ, പിന്നെ അതേപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ, നാരങ്ങ, നെല്ലിക്ക, അങ്ങനെ പല സാധനങ്ങൾ. അത് നല്ലൊരു പ്രോബയോട്ടിക്കാണ്. ഞാനിതൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. എനിക്ക് ശരീരത്തിന് വേണ്ടി ഒരു പ്രോബയോട്ടിക്കിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിരുന്ന ഈ സാധനങ്ങളാണ്. നമ്മൾ ഒരു ദിവസം ഒരു 100 ഗ്രാം തൈര് കഴിച്ചാൽ മതി. അത് മതി നമ്മുടെ ശരീരത്തിന്. അത് മതി. അത് കഴിച്ച് കഴിഞ്ഞാൽ മതി. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആയി.